ജയസൂര്യൻ സാർ, നമ്മൾക്കറിയാം ഇപ്പൊ PM ശ്രീ എന്ന് പറയുന്ന ആ ഒരു വിദ്യാഭ്യാസ നയത്തിനെതിരെയൊക്കെയുള്ള സമര കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പിണറായി വിജയൻ ഇറങ്ങി പോകുന്നതിന് മുൻപ് അതുമായി ചേർന്ന് ഒപ്പിടുന്ന വിഷയം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇന്ന് കോൺഗ്രസ് ഭരണം UDF ഭരണം വന്നതിന് ശേഷം അത് തുടർന്നു പോകുന്നത് കണ്ടതാണ്. സർ, എത്രത്തോളമാണ് സർ നമ്മുടെ തലമുറയ്ക്ക്, എനിക്ക് തോന്നുന്നു എന്റെ തലമുറ, ഞാൻ 79-ലാണ്, അവിടെ നിന്ന് കിട്ടുന്നത് 80 മുതൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇത്തരത്തിൽ ഒരു ചരിത്രവും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ഈ തലമുറകളെ നശിപ്പിച്ചത് ഇത്തരത്തിലുള്ള വീര യോദ്ധാക്കന്മാരെ നമ്മുടെ തലമുറയ്ക്ക് പരിചയപ്പെടുത്താതെ ഇതുപോലെ വർഗീയ തീവ്രവാദിയുള്ള വാരിയംകുന്നിനെയൊക്കെ ചരിത്രത്തിൽ കർഷക സമരമാക്കി വാഴ്ത്തിക്കൊണ്ട് പഠിപ്പിക്കുക, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീവ്രവാദികളായിട്ട് ടിപ്പു ആയാലും മറ്റൊട്ടേറെ തീവ്രവാദികളെയൊക്കെ പഠിപ്പിക്കുക, ഇങ്ങനെ ചരിത്രം വളച്ചൊടിച്ചുകൊണ്ട് പച്ച നുണകൾ പണ്ട് മുതലേ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് വീര സവർക്കർ എന്ന് കേൾക്കുമ്പോഴേക്കും ചെരുപ്പ് നക്കി എന്ന രീതിയിലേക്ക് അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് സർ ഇവിടുത്തെ വിദ്യാഭ്യാസ നയത്തെ നോക്കി കാണുന്നത്? PM ശ്രീയെ എങ്ങനെയാണ് സർ നോക്കി കാണുന്നത്? വീര സവർക്കറെ പോലുള്ള യോദ്ധാക്കളെ പഠിപ്പിക്കേണ്ടതിനെ എങ്ങനെയാണ് സർ നോക്കി കാണുന്നത്? PM ശ്രീ പദ്ധതി നടപ്പാക്കാത്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. 336 സ്കൂളുകൾ, അതും സർക്കാർ സ്കൂളുകൾ, കേന്ദ്ര ഗവൺമെന്റ് PM ശ്രീയിൽ ഉൾപ്പെടുത്താൻ തയ്യാറാണ് എന്ന് അറിയിച്ചു. ആ PM ശ്രീ സ്കൂളുകൾക്ക് 841 കോടി രൂപ കേരളത്തിലെ ഗവൺമെന്റിന് അനുവദിക്കുകയും ചെയ്തു. എന്നാൽ PM ശ്രീ പദ്ധതി കേരളത്തിന് വേണ്ട എന്ന് കേരളം തീരുമാനമെടുത്തു. LDF-ഉം UDF-ഉം അതേ തീരുമാനത്തിലായിരുന്നു. അങ്ങനെ നമുക്ക് ലഭിക്കുമായിരുന്ന 336 PM ശ്രീ സ്കൂളുകൾ നഷ്ടപ്പെടുമ്പോൾ ഇവിടെ ഈ നിലപാടെടുത്ത അതേ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും, അത് കർണാടകത്തിലാണെങ്കിലും, അത് തെലങ്കാനയിലാണെങ്കിലും, അത് ഹിമാചൽ പ്രദേശിലാണെങ്കിലും, അത് ജാർഖണ്ഡിലാണെങ്കിലും, ഈ 4 സംസ്ഥാനത്തും PM ശ്രീ പദ്ധതി അവർ നടപ്പാക്കുന്നുണ്ട്, അതിന്റെ പൈസയും വാങ്ങുന്നുണ്ട്. പിന്നെ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് കോൺഗ്രസ് വാങ്ങുന്നില്ല? ഒറ്റ കാരണമേ ഉള്ളൂ, മുസ്ലിം ലീഗിനെ ഭയപ്പെട്ടിട്ട് തന്നെ. മുസ്ലിം ലീഗിനെ പേടിയാണ്. അപ്പോൾ PM ശ്രീ പദ്ധതി ഒപ്പിടാൻ കോൺഗ്രസ് തയ്യാറായാൽ, മുസ്ലിം ലീഗ് പിന്തുണ പിൻവലിച്ചാൽ ഭരണം പോകും. അതുകൊണ്ടാണ് ഈ ഭയം. അപ്പോൾ കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല, മുസ്ലിം ലീഗ് ആണെന്ന് വ്യക്തം. അതുകൊണ്ട് സംഭവിക്കുന്ന നഷ്ടം, ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ മെയിൻ സ്ട്രീമിലേക്ക് കേരളം കടന്നു വരാനേ പോകുന്നില്ല. പരമ്പരാഗതമായ പഴയ സിലബസുകളും കാലഹരണപ്പെട്ട സബ്ജക്റ്റുകളും കാലഹരണപ്പെട്ട പഠന രീതിയും പരീക്ഷാ സമ്പ്രദായങ്ങളും അതുപോലെ പരിശീലനമില്ലാത്ത അധ്യാപകരും പരിശീലനം ലഭിക്കാത്ത കുട്ടികളും ഒരു കാലത്തും ഗതി പിടിക്കാത്ത ഒരു ജനതയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ കൈയാളുന്നത്. അവരെ സംബന്ധിച്ച് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, കേരളത്തെ രക്ഷപ്പെടുത്തിയതും വളർത്തിയതും ഇവിടുത്തെ മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ വളച്ചൊടിക്കപ്പെട്ട കൃത്രിമ ചരിത്രം സൃഷ്ടിച്ച് അത് പാഠപുസ്തകങ്ങളാക്കി കുട്ടികളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തുകൊണ്ട് മറ്റൊരു നിലവാരത്തിലേക്ക് കൊണ്ടുപോവുക, അതായത് ഇന്ത്യ വിരുദ്ധമായ നിലപാടിലേക്ക് കൊണ്ടുപോവുക. അതാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ നയം. അപ്പോൾ ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ നയമല്ല, ഇത് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ നയം. അതിനെ കേരളത്തിൽ മേൽ അടിച്ചേൽപ്പിക്കുന്നു. അതുകൊണ്ട് നഷ്ടം സംഭവിക്കുന്നത് ഇവിടുത്തെ ജനതയ്ക്കാണ്. ഞാനൊരു വസ്തുത ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, പണ്ടൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കേരളത്തിലേക്ക് തൊഴിൽ തേടി വന്നിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലുള്ളവർ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് തൊഴിൽ തേടി പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം, മറ്റു രാജ്യങ്ങളിലേക്ക് പഠിക്കാനും തൊഴിലിനും വേണ്ടി പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, ദേശീയ നിലവാരമോ അന്തർദേശീയ നിലവാരമോ ഉള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം. എന്നിട്ട് ഏറ്റവും രസകരമായ കാര്യം, മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും CPM-ന്റെയും അടക്കം കുട്ടികൾ ഈ പറയുന്ന ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഇതേ സിലബസ്, അതായത് PM ശ്രീ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അതേ സിലബസ് പഠിക്കുന്ന കേരളത്തിലെ 2009 സ്കൂളുകളുണ്ട്. ഒന്നും രണ്ടും അല്ല, 2009 സ്കൂളുകളുണ്ട്. അതായത് CBSE സ്കൂളുകൾ, ICSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, ജവഹർ നവോദയ വിദ്യാലയങ്ങൾ, അതുപോലെ സൈനിക് സ്കൂളുകൾ, ഇങ്ങനെയുള്ള സ്കൂളുകളെല്ലാം കൂടെ എടുത്താൽ 2009 സ്കൂളുകളുണ്ട്. ഈ 2009 സ്കൂളുകളിലാണ് സഖാക്കന്മാരുടെയും കോൺഗ്രസുകാരുടെയും ഒക്കെ മക്കൾ പഠിക്കുന്നത്, മുസ്ലിം ലീഗുകാരന്റെ മക്കളും പഠിക്കുന്നത്. എന്നിട്ട് അവരൊക്കെ യഥാർത്ഥത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനനുസരിച്ചുള്ള സിലബസ് പഠിച്ച് മിടുക്കരായി സമൂഹത്തിന്റെ ഉന്നതികളിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടി പിടിക്കുകയും മുദ്രാവാക്യം ചെയ്യുകയും പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും ലീഗിന്റെയും ഒക്കെ സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ മക്കള് ഇവരുടെ കാലഹരണപ്പെട്ട സിലബസും പഠിച്ച് അവസാനം 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും സംസ്ഥാനത്ത് നിന്ന് പലായനം ചെയ്യേണ്ട ഗതികേടിലേക്ക് വരുന്നു. ഈ ഗതികേടിനെ സൃഷ്ടിച്ചുകൊണ്ടാണ്
LDF UDF ഭരണം നടക്കുന്നത്. അതായത് അവരുടെ രാഷ്ട്രീയം നിലനിൽക്കുന്നത് ഈ നിരക്ഷരരുടെ ഭാവിയിലാണ്. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന്റെ, ഞാൻ കൃത്യമായിട്ട് പറയാമല്ലോ, കേരള മുഖ്യമന്ത്രിയുടെ മക്കൾ പഠിച്ചത്, അതായത് VD സതീശന്റെ മക്കൾ പഠിച്ചത് കേന്ദ്ര വിദ്യാഭ്യാസ നയം അനുവർത്തിക്കുന്ന CBSE സ്കൂളുകളിലാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ മക്കൾ പഠിക്കുന്നത് അവരും ഇതേപോലെയുള്ള കേന്ദ്ര സിലബസിൽ തന്നെയാണ്. അവിടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയാണ്, അവിടെ PM ശ്രീയുടെ സിലബസ് ആണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതേപോലെ നമ്മുടെ MA ബേബി, CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയുടെ മക്കളും ഒക്കെ പഠിച്ചത് എവിടെയാണ്? അവരും ഇതേ സിലബസിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും CPM നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും അവരുടെ മക്കളെ കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഇതേ സിലബസിൽ പഠിപ്പിച്ച് മിടുക്കരാക്കി രക്ഷപ്പെടുത്തുമ്പോൾ അവരുടെ അണികളെ അവർ പഠിക്കുന്ന സ്കൂളുകളിൽ ഇതൊന്നും പാടില്ല എന്നുള്ള നയം അവർ സ്വീകരിക്കുന്നത് അവരുടെ അണികളാണ് ആദ്യമായി തിരിച്ചറിയേണ്ടത്. കാരണം ഈ നിയമം ഉണ്ടാക്കുകയോ നിയമത്തെ എതിർക്കുകയോ ചെയ്യുന്ന MLA-മാർ, MP-മാർ, അത് നടപ്പാക്കുന്ന മന്ത്രിമാർ, ഇവരടക്കമുള്ളവരുടെ മക്കളൊക്കെ കേന്ദ്ര സിലബസിൽ പഠിക്കുകയും ഇവരുടെ അനുയായികളുടെ മക്കളൊക്കെ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുകയും ചെയ്യുന്ന വിരോധാഭാസം. ഇത് ഇവിടുത്തെ സാധാരണക്കാരൻ തിരിച്ചറിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, ലീഗ് നേതാക്കന്മാരെ അവർ തന്നെ ഇല്ലായ്മ ചെയ്യും. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു ചർച്ച നടക്കുന്നില്ല. ഈ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. രാഹുൽജി, എങ്ങനെയാണ് ഇനി കൂടുതൽ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ കാസർഗോഡ് ഈ വിഷയത്തെ മാത്രം മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മുടെ പുതുതലമുറ പോലും ഈ വീര സവർക്കർ പോലെയുള്ള യോദ്ധാക്കളുടെ ആ ചരിത്രം പഠിക്കേണ്ടതിന്റെ ആവശ്യകത എങ്ങനെയാണ് അതിനെ കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ? നമ്മള് വീര സവർക്കറിന്റെ മാത്രമല്ല, ഇപ്പം ജയസൂര്യ സാർ പറഞ്ഞ പോലെ നെഹ്റു ഫാമിലി, നമ്മുടെ ഒരു ഹിസ്റ്ററി എഴുതി വെച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ അത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ആ ബ്രിട്ടീഷുകാരെ ആര് പുറത്താക്കി? നെഹ്റു, ഗാന്ധി, കോൺഗ്രസ്. ഇതാണ് നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു പ്രധാന കാരണം, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പം ഭരണം കോൺഗ്രസിന്റെ കയ്യിലേക്ക് വന്നു. അവര് ഈ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തം ഒഴുക്കിയ യഥാർത്ഥ വിപ്ലവകാരികളെയും യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഈ സിനിമയ്ക്കകത്തൊക്കെ ഈ വലിയ സൂപ്പർ സ്റ്റാറുകൾ ഇങ്ങനെ പൂന്ത് വിളയാടുമ്പം ഈ സൈഡ് ആക്ടേഴ്സ് ഇരിക്കത്തില്ലയോ, ആ പരുവത്തിനാക്കി വിട്ടു കളഞ്ഞു. എന്നിട്ട് ഞങ്ങളാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നുള്ള രീതിയിൽ തലമുറയെ പഠിപ്പിച്ച്, കാരണം കൊച്ചിലെ തൊട്ട് നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ചിരിക്കുകയാണ്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, കോൺഗ്രസ്, സ്വാതന്ത്ര്യ സമരം. അതായത് ഒരു വോട്ട് ബാങ്ക് ജനറേറ്റ് ചെയ്തുകൊണ്ട് വരികയാണ് സ്കൂൾ തലത്തിൽ മുതൽ. അതിന് ഒരു മാറ്റം വന്നത് 2014 ശേഷമാണ്. കാരണം ഈ നമ്മുടെ ചരിത്രം മുഴുവൻ ആ രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 75 കൊല്ലമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഈ ചരിത്രം മാറ്റിമറിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ആൾക്കാർ നമ്മൾ പറയുന്നത് വിശ്വസിക്കുന്നില്ല. അതിനാണ് ഈ കാവ്യവൽക്കരണം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. പക്ഷെ യാഥാർത്ഥ്യം കുറെ കഴിയുമ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി തുടങ്ങും, പ്രത്യേകിച്ചും അടുത്ത തലമുറയ്ക്ക് അത് മനസ്സിലായി തുടങ്ങും. അതിന് 1-2 കാര്യങ്ങൾ ഞാൻ പേഴ്സണലായിട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അത് ഫുള്ളായിട്ട് ചെയ്യണമെന്ന് കരുതുന്നു. ഒന്ന്, ഈ കേരളത്തിൽ സാവർക്കറിനെ സംബന്ധിച്ച് മെറ്റീരിയൽസ് അവൈലബിൾ അല്ല. ഇപ്പൊ ഞാൻ ഇപ്പം ചെയ്യുന്നത് എന്റെ ഐച്ഛിക വിഷയം കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും എന്റെ ഇഷ്ട വിഷയം ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഞാൻ അതിൽ തന്നെ 2020 മുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് VD സവർക്കറിനെ കുറിച്ചാണ്. അദ്ദേഹത്തിനെ കുറിച്ചാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഡോക്ടർ വിക്രം സമ്പത്ത് എഴുതിയ 2 വോളിയം പുസ്തകമുണ്ട്. അതിനെ ആസ്പദമാക്കി ഒരു 70 ആർട്ടിക്കിൾസ് ഒരു കളക്ഷൻ, അതൊരു പുസ്തകമായിട്ട് ഇറക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അതൊന്ന്. 2, സാവർക്കറിന്റെ ലിറ്ററേച്ചർ കഴിയുന്നത്ര കൂടുതലും മറാഠിയിലാണ്, അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. പിന്നെ ഒരു 39,000 സാവർക്കർ പോലീസ് റെക്കോർഡ്സ് യൂറോപ്യൻ നാഷണൽ ആർക്കൈവ്സിലുണ്ട്. അത് നമ്മുടെ സർക്കാരുമായിട്ട് ചേർന്ന് നമ്മുടെ നാഷണൽ ആർക്കൈവ്സിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് സാവർക്കർ സ്റ്റഡീസ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ജനറേഷൻ സാവർക്കർ സ്റ്റഡീസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം, അത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന്. സാവർക്കർ എഴുതിയ ഈ മെഴ്സി പെറ്റീഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ബെയിൽ ആപ്ലിക്കേഷൻസ് ആണ്. ഈ ബെയിൽ ആപ്ലിക്കേഷൻസ് അദ്ദേഹം 7 ബെയിൽ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അത്
ഈ ടോട്ടൽ 27 ഇയേഴ്സിൽ 7 പ്രാവശ്യം അദ്ദേഹം ബെയിൽ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ 7 റിജക്ട് ചെയ്തു. അവർ വെറുതെ റിജക്ട് ചെയ്യായിരുന്നില്ല. ഈ 7 റിജക്ഷൻ ഒരു റിപ്പോർട്ടുണ്ട്, റിജക്ഷൻ റിപ്പോർട്ടുണ്ട്. എന്തുകൊണ്ട് റിജക്ട് ചെയ്തു? അതിന്റെ ഒരു ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ചെയ്ത കുറ്റങ്ങളിൽ റിഗ്രറ്റ് ചെയ്യുന്നില്ല. അതാണ് അതിന്റെ ഫസ്റ്റ് റീസൺ. ഇത് അവരുടെ പോലീസ് റെക്കോർഡ്സിലുണ്ട്. ഈ 39,000 റെക്കോർഡ്സ് അതുണ്ട്. അതിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്തതെന്ന്. മാത്രവുമല്ല, ഇദ്ദേഹത്തിന് സവർക്കർ പറഞ്ഞ ഒന്നും ഇംഗ്ലീഷുകാർ വിശ്വസിച്ചിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ റെക്കോർഡ്സ്, ഈ 39,000 റെക്കോർഡ്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. കൂടാതെ ഒരു കേരളത്തിലെ ഏതെങ്കിലും ഒരു 1-2 യൂണിവേഴ്സിറ്റി ഒരു സവർക്കർ ബെഞ്ച് സ്ഥാപിക്കുക. ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പം ഈ സവർക്കറോടായിട്ടുള്ള ഒരു അകൽച്ച, ഒരു അയിത്തം കേരളത്തില് പൊതുവെ മാറി വരും. ഇവർ ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ ഇവർ സവർക്കറിനെ കുറിച്ചുള്ള ഡിസ്കഷൻ അനുവദിക്കാതെയാണ് സവർക്കറിനെ എതിർക്കുന്നത്. നിങ്ങൾക്ക് സവർക്കറിനെ എതിർക്കണമെന്നുണ്ടെങ്കിൽ യു സ്റ്റഡി അബൌട്ട് സവർക്കർ. ഇവര് സവർക്കറിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കത്തില്ല, സവർക്കറിന്റെ സിനിമ പബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കത്തില്ല, സവർക്കർ എന്നുള്ള പേര് പറയാൻ സമ്മതിക്കത്തില്ല. ശരിക്കും ദേ ആർ അഫ്രൈഡ്. കാരണം ഇവർക്ക് സവർക്കറിനെ നന്നായിട്ട് അറിയാം. ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക്, ഇവ എതിർക്കുന്ന വലിയ വിഭാഗം ജനങ്ങൾക്ക് സവർക്കർക്ക് നന്നായിട്ട് അറിയാം. സവർക്കറിനെ ഏറ്റവും നന്നായിട്ട് അക്കാഡമിക്കലി മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഈ ഹിന്ദുത്വ ഫോഴ്സിന്റെ ഒരു ഫ്യൂച്ചർ, അത് കോൺഗ്രസിന് ഭാവിയിൽ ഒരു ശക്തമായ എതിരാളിയായി വരാൻ സാധ്യതയുള്ളത് അതായിരിക്കുമെന്ന് ഒരു പക്ഷേ വളരെ കാലം കൂട്ടി മനസ്സിലാക്കിയ ഒരു വ്യക്തി ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ അക്കാഡമിക് തലത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, എന്നിട്ട് കേരളം മുഴുവൻ സെമിനാറുകൾ സംഘടിപ്പിക്കുക. അതിന് ഞാൻ തയ്യാറാണ്. കേരളം മുഴുവൻ സെമിനാറുകൾ സംഘടിപ്പിക്കുക, അക്കാഡമിക് ബുക്കുകൾ അവൈലബിൾ ആക്കുക. അപ്പൊ നമ്മളിവിടെ സവർക്കറിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും സവർക്കറിനെ എതിർക്കുന്നവർക്കും എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നും എന്തുകൊണ്ടാണ് എതിർക്കുന്നതെന്നും ഉള്ള മെറ്റീരിയൽ മലയാളത്തിൽ അവൈലബിൾ അല്ല. അതിന് സവർക്കർ തന്നെ ഒരു കാരണമാണ്. അദ്ദേഹത്തിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് എഴുതി വെച്ചിട്ടില്ല. അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഞാൻ എന്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ഭാവി തലമുറയ്ക്ക് തോന്നുകയാണെങ്കിൽ അവരത് കണ്ടുപിടിച്ചോളൂ, ഞാൻ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതും ഒരു ഫാക്റ്റാണ്.